സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശ്രദ്ധേയമായ ഘടകമാണ് ലോഗോ. ഓരോ വർഷവും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടാണ് അവ രൂപകൽപ്പന ചെയ്യുന്നത്. ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല. അധ്യാപകനായ പട്ടാമ്പി സ്വദേശി അബ്ദുൾ സമദ് തയ്യാറാക്കിയ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ലോഗോ ആശയം കൊണ്ട് ഏറെ സമ്പന്നമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജീവനാഡിയാണ് ലോഗോ. കലോത്സവ വേദികളിൽ എവിടെ തിരിഞ്ഞാലും കാണുന്നതും അതുതന്നെ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് ലോഗോ രൂപകൽപ്പന ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. ഓരോ വർഷവും വ്യത്യസ്ത ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതാണവ. ഇത്തവണത്തെ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് പാലക്കാട് വിളയൂർ പേരടിയൂർ ALP സ്കൂളിലെ അധ്യാപകൻ MT അബ്ദുൾ സമദാണ്. കൊല്ലത്തിന്റെ ഭൂമിശാസ്ത്രത്തോടെ കലകൾ കൂടിച്ചേരുന്നതാണ് ലോഗോയുടെ പ്രമേയം. പേന കൊണ്ടൊരു ലൈറ്റ് ഹൗസ്, അതിലേക്ക് വള്ളം കളി കൂടി ചേരുമ്പോൾ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ പ്രതീകമായത് മാറി. നൃത്തനൃത്യങ്ങൾക്കും സംഗീതത്തിനും ചിത്രരചനയ്ക്കും എഴുത്തിനുമെല്ലാം തുല്യ പ്രാധാന്യം നൽകിയെന്നതാണ് മറ്റൊരു മേന്മ. 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്താണ് നടക്കുന്നത് പറഞ്ഞുകൊണ്ട് കൊല്ലത്തിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളും അതേപോലെ തന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, പിന്നെ വള്ളം, ഒരു ചെറിയ വള്ളം, അതേപോലെ തന്നെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയാണ് ലോഗോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പട്ടാമ്പി ഉപജില്ലയിലെ പാലക്കാട് പട്ടാമ്പി ഉപജില്ലയിലെ പേരടിയൂർ ALP സ്കൂളിലെ അധ്യാപകനാണ്. നിരവധി ലോഗോകളിൽ നിന്നാണ് പട്ടാമ്പി സ്വദേശി അബ്ദുൾ സമദിന്റേത് തെരഞ്ഞെടുത്തത്. കലോത്സവ വേദികളിലാകെ തന്റെ ലോഗോ നിറഞ്ഞു നിൽക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ അധ്യാപകൻ. ആശയം കൊണ്ട് ഏറെ സമ്പന്നമാണ് ഇതാ ഈ ലോഗോ. കൊല്ലത്തെയും കലോത്സവത്തെയും അത് ഒന്നിച്ച് പ്രതിനിധാനം ചെയ്യുന്നു. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻമാരായ രാജേഷ് താവലോടിനും വിശാഖിനുമൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.